നമസ്കാരം. ലോകത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ എത്തിയതോടുകൂടി വാഹന നിർമ്മാണ വിപണിയിൽ ഒരു പുതുയുഗം പിറന്നു എന്നൊക്കെയാണ് പലരും അന്ന് കരുതിയിരുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളൊക്കെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടേതായിരിക്കുമെന്നും പെട്രോൾ ഡീസൽ വാഹനങ്ങളൊക്കെ തന്നെ എല്ലാവരും ഉപേക്ഷിക്കും എന്നൊക്കെയാണ് പൊതുവെ കരുതിയിരുന്നത്. അങ്ങനെ എല്ലാ കാർ നിർമ്മാണ കമ്പനികളും ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. പക്ഷേ വിപണിയിൽ അവർക്ക് ഉദ്ദേശിച്ചതുപോലെ ഇത് വിൽപ്പന നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വമ്പന്മാരായ കാർ കമ്പനികൾ പോലും അവരുടെ ഇലക്ട്രിക് കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈയിടെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ നിസാൻ അവരുടെ ഇലക്ട്രിക് കാറുകൾക്കുള്ള ബാറ്ററി നിർമ്മിക്കാനുള്ള ഫാക്ടറി തുടങ്ങാനുള്ള തീരുമാനം പിൻവലിച്ചിരുന്നു. കൂടാതെ അവരുടെ ഇലക്ട്രിക് വാഹന പ്ലാന്റിൽ നിന്ന് ഏതാണ്ട് 20,000-ഓളം പേരുടെ തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുമൊക്കെ കമ്പനി തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഹോണ്ട കമ്പനിയാണ്. ലോകത്തെ ഏറ്റവും പ്രമുഖ വാഹന നിർമ്മാതാക്കളിലൊന്നാണ് ഹോണ്ട എന്ന് നമുക്കറിയാം. അവരും ഇപ്പോൾ ഇലക്ട്രിക് വാഹന വിപണിയിൽ നിന്ന് അല്പം ഒന്ന് പിന്നോട്ട് പോകുന്ന ലക്ഷണമാണ് കാണിക്കുന്നത്. ഇതിനായി അവർ നീക്കിവെച്ചിരുന്ന, അതായത് ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിനായി നീക്കിവെച്ചിരുന്ന തുകയുടെ ഏതാണ്ട് 30% വെട്ടിക്കുറയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഏതാണ്ട് 15 ബില്യൺ പൗണ്ടാണ് ഇത്തരത്തിൽ അവർ ഇപ്പോൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് മൊത്തം വിഹിതത്തിൽ നിന്ന് ഈ തുക കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഹോണ്ടയുടെ പല ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റുകളുടെയൊക്കെ തന്നെ പ്രവർത്തനം ഒരുപക്ഷെ നിർത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല. വിവിധ രാജ്യങ്ങളിൽ ഹോണ്ടയ്ക്കുമെല്ലാം വാഹന നിർമ്മാണ പ്ലാന്റുകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വാഹന നിർമ്മാതാക്കളൊക്കെ തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയായിരിക്കും കാര്യങ്ങൾ നോക്കിക്കാണുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബ്രിട്ടനും അമേരിക്കയും ഒക്കെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിച്ചത് ഒരു പരിധിവരെ തങ്ങൾക്ക് തിരിച്ചടിയായി എന്നാണ് ഹോണ്ട കമ്പനിയുടെ CEO തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയിൽ ജോ ബൈഡൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഇനി അങ്ങോട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ മതി എന്നും പെട്രോൾ ഡീസൽ വാഹനങ്ങൾ വേണ്ട എന്നുമുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് തൻ്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ അതിന് പിൻഗാമിയായി എത്തിയ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തിരുത്തിയിരിക്കുകയാണ്. ബ്രിട്ടനിലും ഏതാണ്ട് സമാനമായ അന്തരീക്ഷമാണുള്ളത്. അവിടെയും എല്ലാം തന്നെ ഹൈബ്രിഡ് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കാനാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇലക്ട്രിക് വാഹന വിപണിയെ ദോഷകരമായി തന്നെ ബാധിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോണ്ടയുടെ CEO തന്നെ പറയുന്നത് ഇലക്ട്രിക് വാഹന വിപണിയിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് യാതൊരു തരത്തിലും ഞങ്ങൾക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാണ്. അതായത് നേരത്തെ വലിയ പ്രതീക്ഷയോടെ തുടങ്ങാൻ വെച്ചിരുന്ന പല പ്രോജക്റ്റുകളും ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല ഹൈബ്രിഡ് വാഹനങ്ങൾ 2035 വരെ തുടരാം എന്നാണ് ബ്രിട്ടീഷ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ 2030 തന്നെ അതിൻ്റെ നിർമ്മാണം അവസാനിപ്പിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയിലേക്കാണ്. അതായത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അവ പുറത്തിറക്കിയ കാലത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു മതിപ്പ് നിലനിർത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. പലപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ അമിതമായ വില നൽകിയാണ് പലപ്പോഴും നമുക്ക് വാങ്ങേണ്ടി വരുന്നത്. ഇന്ത്യയിൽ പോലും ഇലക്ട്രിക് വാഹനങ്ങൾ എത്ര ചെറിയ വാഹനങ്ങളാണെങ്കിൽ പോലും പെട്രോൾ ഡീസലിൽ ഓടുന്ന വലിയ ആഡംബര വാഹനങ്ങളുടെ പോലെയുള്ള പൈസ നൽകിയാണ് ഇത് വാങ്ങേണ്ടിയിരുന്നത് എന്നുള്ളത് പല രീതിയിൽ നിന്ന് പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. പിന്നെ ഭാരിച്ച വൈദ്യുതി ചാർജ്, ഹൈവേയിലൊക്കെ തന്നെ ഇത്തരത്തിൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ തുലം കുറവാണ് എന്നുള്ള വിഷയങ്ങളുണ്ട്. ഇതെല്ലാം തന്നെയാണ് ജനങ്ങളെ പിന്നിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്ന് പിന്നോക്കം വലിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ 2 വീലറുകളും കാറുകളുമൊക്കെ പല കമ്പനികളും നിർമ്മിച്ചിറക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ആദ്യം ഇറങ്ങിയ കാലത്തുള്ളതുപോലെയുള്ള ഡിമാൻഡ് ഇപ്പോഴില്ല എന്നുള്ളതാണ് വാസ്തവം. കൂടാതെ ഇപ്പോൾ പല വാഹന നിർമ്മാതാക്കളും ചെയ്യുന്നത് അവരുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയ്ക്കുകയാണ്. അങ്ങനെയെങ്കിലും അവ നാട്ടുകാർ വാങ്ങട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ അതിനുപോലും ഇനിയും കൃത്യമായ ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.